മഹത്വപ്പെടുമാറാകട്ടെ. ചില നാളുകൾക്ക് മുമ്പ് ഞാൻ എഴുതിയിടണം പകർന്നു. അന്ന് മുതൽ ഇന്നോളം പാടി ആസ്വദിക്കുകയും അതിലേറെ ആസ്വദിക്കുകയും ചെയ്തു വരുന്ന നമ്മുടെ ഭാവി പ്രതീക്ഷകളെ ഉണർത്തുന്ന പ്രത്യാശാ നിർഭരമായ ഒരു ഗാനതലത്തിന്റെ 2 വരികൾ മാത്രം ഞാൻ നിങ്ങളോട് പങ്കിടുകയാണ്. എന്നു ഞാൻ വന്നു ചേർന്നിടുമോ പ്രിയ, നിൻമുഖം കണ്ടൊന്നു മുത്തിയിടുവാൻ. മർത്യതയിൽ നിന്നമർത്യനായി മാറി അനന്തമം നിത്യത പ്രാപിച്ചനന്ദിപ്പാൻ. എന്നു ഞാൻ വന്നു ചേർന്നിടുമോ പ്രിയ, നിൻമുഖം കണ്ടൊന്നു മുത്തിയിടുവാൻ. ഈ വൻകൂടാരം അഴിഞ്ഞുപോ നിശ്ചയം, ശരീരം ലഭ്യമാവുയർപ്പിൽ. നീതിയിൽ ശുഭ്രവസ്ത്രം ധരിച്ചാമലാൽ വാഴും യുഗായുഗേ തൻ മണവാട്ടിയായി. എന്നു ഞാൻ വന്നു ചേർന്നിടുമോ പ്രിയ, നിൻമുഖം കണ്ടൊന്നു മുത്തിയിടുവാൻ. തവ പൊന്മുഖം കണ്ടൊന്നു മുത്തിയിടുവാൻ. കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്ന് വാങ്ങിപ്പോയ നമ്മുടെ പ്രിയ അമ്മച്ചിയുടെ ഭൗതിക അവശിഷ്ടത്തിന് ഏറ്റവും സമുചിതമായ ഒരു യാത്രയിൽ കഴിയുവാനായി ഈ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നായി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന
ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാരുൾപ്പെടെയുള്ള എല്ലാ ബഹുമാനങ്ങൾക്കും, വിശേഷാൽ സന്തപ്ത കുടുംബാംഗങ്ങൾക്കും ഒപ്പം സഭാവിശ്വാസികൾ, ഇതാ ഞാൻ വേഗം വരുന്നു എന്ന ഭാവി പ്രത്യാശ നൽകി കടന്നുപോയി നാം ഏറെ നാളായി ഏറെ പ്രതീക്ഷയോട് നമ്മുടെ വീണ്ടെടുപ്പിനുള്ള പുനരാഗമനത്തിനായി അവരോട് കാത്തിരിക്കുന്ന നമ്മുടെ ഏക പ്രതീക്ഷാപുരുഷനായ നമ്മുടെ ആത്മോണവാളനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹ ബഹുമാനാദികള് അറിയിക്കട്ടെ. പ്രിയമുള്ളവരെ, ജനന മരണം എന്നതിൽ ജനനം, അനുഭവം എന്നതിന് എന്തോ വിവാദം. മരണ ദിവസവും ശിരസിലേറ്റി ധരണിതലം പ്രവിശന്തി മനുഷ്യന്മാർ. അതെ, ജനനവും മരണവും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെ, രാവും പകലും പോലെ, വർഷവും വേലും പോലെ അത് നടന്നുകൊണ്ടേയിരിക്കുന്നു. ജനിക്കുന്ന ദേഹി, മരിക്കുന്ന നിശ്ചയം. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണത്തിങ്ങനെ നാം ദുഃഖിതരാണെന്നുള്ളതിന് രണ്ടു പക്ഷമില്ല. അമ്മച്ചെ സംബന്ധിച്ച് നമുക്ക് ദുഃഖിക്കാൻ യാതൊന്നുമില്ല. കാരണം എന്താണെന്നറിയാമോ? ചരിതാർത്ഥതയാർന്ന ദേഹിയിൽ തിരികെ ശോഭനമല്ല ജീവിതം, പിരിയണോ അരങ്ങിൽ നിന്നുടൻ ശരിയായി കളി തീർന്ന നട്ടുവൻ. ഒരു നടൻ തന്റെ ഭാഗം ഭംഗിയായി അഭിനയിച്ചു തീർത്താൽ പിന്നെ ആ നടന് സ്റ്റേജിൽ നിൽക്കേണ്ട കാര്യമില്ല. സ്റ്റേജ് മാനേജർ തന്നെ കട്ടിന് പുറകിലോട്ട് പിടിക്കും. അതാണ് ഇവിടെ സംഭവിച്ചത്. അമ്മച്ചി തന്നെ ഏൽപ്പിച്ച ഭാഗം ഭംഗിയായി അവതരിപ്പിച്ച് കർത്തിന് പുറകിലേക്ക് പോകുവാൻ ഇടയായി തീർന്നു. എന്റെ മാതാവിന്റെ മരണശേഷമാണ് ഞാൻ നാട്ടിൽ നിന്ന് ഈ അമേരിക്കയുടെ മണ്ണിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നത്. നാട്ടിൽ എന്റെ മാതാവിനെ ഞാൻ അമ്മച്ചി എന്ന ആ ഇമ്പവേറിയ ശബ്ദമാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അമേരിക്കയിൽ വന്നതിന് ശേഷം ഈ കഴിഞ്ഞ 15 ദീർഘവർഷങ്ങൾ ആ ഇമ്പവേറിയ ശബ്ദം ആവർത്തിക്കുവാൻ ഈ അമ്മച്ചിയിലൂടെ എനിക്ക് ഇടയായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അതിശക്തിയായി പറയുകയില്ല, മാതൃപുത്ര ബന്ധമായിരുന്നു ഞങ്ങൾക്ക്. എന്നെ കാണുമ്പോഴൊക്കെയും ബഹുമാന പുരസ്സരമല്ലാതെ അമ്മച്ചി സംബോധന ചെയ്തിട്ടില്ല. ജോസാറേ എന്ന് പറഞ്ഞ് എന്നെ അടുക്കിലേക്കൊന്ന് വിളിക്കും. ഈ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മേൽ നാട്ടിൽ പോകാനായിട്ട് വളരെ ധൃതിയോട് അമ്മച്ചിയോട് യാത്ര പറയാനായിട്ട് കടന്നു വരുമ്പോഴ് അമ്മച്ചി എന്നെ മാടി പിടിച്ച് അരികിലോട്ട് നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു, സാറ് പോകുന്നത് കൊള്ളാം, അധിക ദിവസങ്ങൾ താമസിക്കുന്നത് എത്രയും വേഗം മടങ്ങി വരണോ. ഈ സന്ദർഭത്തിൽ ഞാൻ ഇവിടെ ഓർത്തു പോവുകയായിരുന്നു. അമ്മച്ചിയുടെ ആഗ്രഹം പോലെ തന്നെ ഈ സന്ദർഭത്തിൽ സാക്ഷിയാകുവാൻ എനിക്കും ഇടയായി. പ്രൈസ് ഗോഡ്. ഒരു ഈയം പൂശിയ ഒരു പാത്രം അത് കുറെ നാൾ ഉപയോഗിച്ചു കഴിയുമ്പോൾ അതിന്റെ ഈയം നഷ്ടപ്പെടുക സാധാരണമാണ്. എന്നാല് ദീർഘവർഷങ്ങൾ ഉപയോഗപ്പെട്ടിട്ടും ആത്മീയമെന്ന ആ ഈയം നഷ്ടപ്പെടാതിരുന്നു സൂക്ഷിച്ചു പോരുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പാത്രമാണ്. അനേക സദ്ഗുണങ്ങളുടെ വിളനിലമാണ്. വിനയം, താഴ്മ, പ്രാർത്ഥന, വൈഭവം, സഭാപരിപാലനം. സഭാപരിപാലനം എന്ന് പറയുമ്പോൾ നിങ്ങൾ മറ്റും തെറ്റിദ്ധരിക്കരുത്. എന്റെ ഭർത്താവിനോട് ഒരുമിച്ച് ദീർഘവർഷങ്ങൾ സഭാപരിപാലനത്തിലായിരുന്ന ആളാണല്ലോ. പ്രായ വ്യത്യാസമെന്നെ ആരെയും സ്നേഹിക്കാനും ബഹുമാനിപ്പാനും ഇടപെടുവാനുള്ള ഒരു പ്രത്യേക വൈഭവം പ്രിയ അമ്മച്ചിക്കുണ്ടായിരുന്നു. തന്നെ സമീപിക്കുന്ന ആരോടും വളരെ കൃത്യമായി ഇടപെടുന്ന ഒരു പ്രത്യേക സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു പ്രിയ അമ്മച്ചി. പ്രിയ അമ്മച്ചിയുടെ വേർപാട് ഞങ്ങളുടെ സഭയ്ക്ക് അപരിഹാര്യമായ ഒരു നഷ്ടം എന്ന് പറയുന്നത് ഒട്ടും അതിശോക്തിയല്ല. ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, വ്യക്തിജീവിതങ്ങൾക്ക് വേണ്ടി സമയമെടുത്ത് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു പ്രാർത്ഥനാ വലയമാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഫലം കൊണ്ടറിയുന്ന വൃക്ഷം പോലെ ലോകം നിന്നിൽ ഫലം പ്രതീക്ഷിക്കും, ആത്മശോധന ചെയ്യൂ. എനിക്ക് കുഞ്ഞുങ്ങളോട് പറയാനുള്ള ദൂതാണ്. ഫലം കൊണ്ടറിയുന്ന വൃക്ഷം പോലെ അമ്മച്ചി ഫലം കൊണ്ട് ആരാണെന്ന് മനസ്സിലായി. അതുപോലെ നിങ്ങളും ഫലത്താൽ സൽവൃക്ഷങ്ങളായി തീരുവാൻ നിങ്ങൾക്കിടയാകട്ടെ. വിശേഷിച്ചും ശ്രേഷ്ഠ
സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു പോരുന്ന ശ്രേഷ്ഠ കർത്തൃദാസ് പാസ്റ്റർ ഡോക്ടർ അവരോട് എനിക്ക് ഈ തരുണത്തിൽ ഓർമ്മിക്കാനുള്ളത് ദുഃഖിക്കുവാനൊന്നുമില്ല. ദീർഘവർഷങ്ങൾ അമ്മച്ചിയെ സൂക്ഷിക്കാനുള്ള അവസരം തനിക്ക് ലഭിച്ചു. കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു മാത്രമല്ല, എന്റെ കുടുംബത്തിന്റെ ദുഃഖം ഞാൻ അറിയിക്കട്ടെ. ഈ രാവിലെ സമയം ഷിക്കാഗോയിലെ കേരള എക്സ്പ്രസ് ചീഫ് എഡിറ്റർ ഈപ്പച്ചൻ വിളിച്ച് തന്റെ കണ്ടോളൻസ് അറിയിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് തന്റെയും കണ്ടോളൻസ് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കടിച്ചു. Pastor George Matthew from Pennsylvania, Pastor Shandy Daniel from Houston. To the family of Mary Kuti baby, this is to express our sincere condolence of all Malayali Council of North Texas toward the family of Mrs. Mary Kuti baby who had entered into glory. World Malayali Council in North Texas province in the condolence അറിയിക്കുന്നു. ശ്രീമാൻ കർത്താവ് സ്തോത്രം. ഞാൻ ജഷനെ പോലെ സ്നേഹിക്കുന്ന പാസ്റ്റർ ബേബി ഡാനിയുടെ ദീർഘോടീസിന്റെ ഈ മാതാവിന്റെ ബന്ധത്തിൽ കൂടെ കടന്നു വരുവാനും ഈ പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാനും കർത്താവ് കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രിയ മാതാവ് താൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിൽ താൻ പ്രതിഫലമായി കടന്നുപോയല്ലോ. ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളോട് ദൈവത്തിന്റെ ആശ്വാസം നൽകി ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ പ്രിയപ്പെട്ടവര്, വിശേഷാൽ മാതാവ് വേർപിരിവിലുള്ളതായ വേദന വാക്കുകളാൽ വർണ്ണിക്കുവാൻ സാധ്യമല്ല. ഈ വർഷം ഫെബ്രുവരിയിൽ എന്റെ മാതാവ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന പലരുടെയും മാതാപിതാക്കള് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വേദന നമ്മുടെ വാക്കുകൾ കൊണ്ട് അത് വിവരിക്കാൻ കഴിയത്തില്ല. മനുഷ്യമായ വാക്കുകൾക്ക് ആശ്വസിപ്പിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ സകല ബുദ്ധി കവിയുന്നതായ ദൈവിക സമാധാനം കൊണ്ട് ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ കുടുംബത്തിന്റെയും മാത്രമല്ല ഫിലഡൽഫിയ ഫുൾ ഗോസ്പൽ അസംബ്ലിയുടെയും വിശേഷാൽ പെൻസിൽവേനിയ